എന്തായാലും തിരുവനന്തപുരത്ത് ഇന്ദിരാഭവൻ്റെ മുന്നിൽ അലക്സ് റാം മുഹമ്മദുണ്ട്. അലക്സ് റാം, അവിടെ തടിച്ചുകൂടിയ പ്രവർത്തകരൊക്കെ പിരിഞ്ഞു പോയോ? ഇന്ദിരാഭവൻ്റെ ഉള്ളിൽ ഇപ്പോഴും നേതാക്കന്മാരുണ്ടോ? മണിക്കൂറുകളായി അക്ഷമരായി കാത്തിരുന്നവരാണ് മുഖ്യമന്ത്രി, തങ്ങളുടെ മുഖ്യമന്ത്രി ആരാണെന്നറിയാൻ. നിലവിൽ നിൽക്കുന്ന ഈ പിരിമുറുക്കം, അവരുടെ വിഷമം, സങ്കടം, അതായത് ഈ വെയിലെല്ലാം കൊണ്ട് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങി അവർ ജയിപ്പിച്ചെടുത്തതാണ് മുന്നണി എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചില്ലല്ലോ എന്ന ആ വേദനയിലും വിഷമത്തിലും ഒക്കെ നിന്നവരാണ്. അവർ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞ് മണിക്കൂറുകളോളമായി കാത്തു നിൽക്കുന്നവരായിരുന്നു. അങ്ങനെയാണ് ജയറാം രമേശിന്റെ ഒടുവിലത്തെ പ്രഖ്യാപനം വരുന്നത്. ഇന്നുണ്ടാകില്ല, നാളെ എല്ലാ ചർച്ചകളും പൂർത്തിയായി നാളെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നുള്ള തീരുമാനത്തിന് ശേഷം ഇങ്ങനെ പ്രവർത്തകർ ഒന്നൊന്നായി KPCC ആസ്ഥാനം വിടുകയാണ്, ഇന്ദിരാഭവൻ വിടുകയാണ്. ചില ആളുകൾ കൂടിയുണ്ട്. അതായത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചല്ലേ? ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തീർച്ചയായിട്ടും രാത്രി ആയിരിക്കും പ്രഖ്യാപനം. നാളത്തേക്കായിരിക്കില്ല, രാത്രി ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പറഞ്ഞു. അതെ, ഇനിയും അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രഖ്യാപനം മാറ്റി നാളത്തേക്കാക്കി. അതെ, നാളത്തേക്കാക്കി. നിരാശയുണ്ടോ? ഉറപ്പായിട്ടും നിരാശയുണ്ട്. ഇത്രയും ദിവസമായില്ലേ, 10 ദിവസമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം നാളെ വരും, ഉറപ്പായിട്ട് വരും. കാത്തിരിക്കുകയായിരുന്നു, ഇത്ര മണിക്കൂർ ഉറപ്പായിട്ടും കാത്തിരിക്കുകയായിരുന്നു. അതെ, അത് തന്നെയാണ് അവർ അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ നിരാശയുണ്ടോ? ഇത് ഇന്ന് നമ്മൾ പ്രതീക്ഷയല്ലേ? ഇല്ല, നല്ല ശുഭ പ്രതീക്ഷയിലാണ്. നാളെ എന്തായാലും ഉണ്ടാവുമല്ലോ. വീണ്ടും വെയിറ്റ് ചെയ്യാം. ജഗദീഷ് ഹരികർണ പറഞ്ഞല്ലോ, വെയിറ്റ് ചെയ്യാന്നാണ് അവർ പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് ഇന്നിപ്പോ ഉണ്ടാകുന്നില്ല? നമ്മുടെ നേതാക്കൾ പറഞ്ഞതുപോലെ സമാധാനമായി കാത്തിരിക്കുകയാണ്. 3 നേതാക്കളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതനുസരിച്ച് സമാധാനമാണ്. ആര് വന്നാലും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കും. ഇതിനുള്ളിലൊരു വേദന, വിഷമം, നിരാശ ഒരു ഇതുമില്ല, ഒളിഞ്ഞിരിക്കും മാത്രമേ ഉള്ളൂ. നിരാശയുണ്ട്. ഇന്നുണ്ടാകുന്നില്ല വിചാരിച്ചു? ഒരു നിരാശയില്ല, നിങ്ങൾ കാത്തിരിക്കുകയാണ്. നാളെ കാത്തിരിക്കാം, നാളെ കൂടെ കാത്തിരിക്കാൻ തയ്യാറാണ്. അതാണ്. എങ്ങനെയുണ്ട് ഇന്നിപ്പോ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നല്ലേ പ്രതീക്ഷ? ഒരു ദിവസം കൂടെ കാത്തിരിക്കാൻ, ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നില്ല. ഇനി ഒരു ദിവസം. ഞാനിവിടെ 1-2 പ്രവർത്തകരോട് സംസാരിച്ചപ്പോഴത്തേന് ഈ കത്തുന്ന വേനലിൽ അവർ ഈ ഭരണമാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരാണ്. അപ്പോൾ അവരെ ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു തീരുമാനമാണ് ഈ നീണ്ടുപോയത്. അങ്ങനെ ഒരു കടുത്ത നിരാശയിൽ അവരുണ്ടായിരുന്നു. ഇന്നെങ്കിലും ഉണ്ടാകുന്നൊരു പ്രതീക്ഷ അവർ പങ്കുവച്ചു. ജനാധിപത്യ പാർട്ടിയല്ലേ, അപ്പോൾ അതിൻ്റെതായ ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം എന്തായാലും 23-ാം തീയതിക്ക് മുമ്പ് മന്ത്രിസഭ രൂപീകരിച്ചേ പറ്റത്തുള്ളൂ. അപ്പം നാളെ അതിനൊരു തീരുമാനം ഉണ്ടാകും. മിക്കവാറും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ സത്യപ്രതിജ്ഞ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ രീതി. ആവോളം കാത്തു, ഇനി വേവോളം കുറച്ച് മണിക്കൂർ കൂടെ. ഓക്കെ, അതെ, അത്രേ ഉള്ളൂ. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണ്. എന്തായാലും കുറച്ച് നേരം കൂടെ കാത്തിരിക്കാം. ഇത്രയും കാത്തിരുന്നല്ലോ. നിരാശയുണ്ടോ? നല്ല തീരുമാനം വന്നാൽ മതി. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾ വരണം. അങ്ങനെയൊന്നുമില്ല, ആരായാലും എല്ലാവരും നല്ല കേപ്പബിളാണ്. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും. അതാണ്. അതായത് പ്രവർത്തകർ അങ്ങനെ അവരൊക്കെ നമ്മുടെ കൗൺസിലറുണ്ട്. ഇത് ചെറിയൊരു നിരാശയില്ലേ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കാത്തത്? ഇന്ന് പ്രഖ്യാപിക്കാത്തതിൽ നിരാശയുണ്ട്. പക്ഷേ ഞങ്ങളുടെ സന്തോഷമുണ്ട്. ഇത്ര ദിവസം കൊണ്ട് ആകപ്പാടെ കാത്തിരിക്കുകയാണ്. VD സതീശൻ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ആവേശപൂർവ്വമായിട്ടിരിക്കുകയാണ്. VD സതീശൻ തന്നെയാണ്, വേറെ ആര് വരാൻ? മറ്റാരുണ്ട് അല്ലാതെ? VD അല്ലാതെ മറ്റാരെന്നാണ് SKN പറയുന്നത്. അവർ രണ്ടുപേരും കൗൺസിലേഴ്സാണ്, നഗരസഭയിലെ കൗൺസിലർമാരാണ്. അവരും ആവേശപൂർവ്വം കാത്തിരുന്നവരാണ്. ചെറിയ നിരാശയുണ്ടെന്ന് അവർ പങ്കുവെച്ചു, കടന്നുപോയതാണ്. അത് KPCCയുടെ ഉൾവശമാണ്. അവിടെ നിന്ന് പ്രവർത്തകരൊക്കെ പിൻവാങ്ങിയിട്ടുണ്ട് ഈ മണിക്കൂറുകളിൽ എന്നുള്ളതാണ്. അതാ മീഡിയ സെല്ലിൻ്റെ ചുമതലയുള്ള രജത്ത് നമ്മൾക്കൊപ്പം ഉണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉണ്ടാകുന്ന പ്രതീക്ഷ അങ്ങനെ നിൽക്കുകയായിരുന്നു ആളുകളൊക്കെ. അനൗൺസ് ചെയ്യുന്ന സമയമാണ് അത്, ഡൽഹിയിൽ നിന്ന് അറിയിക്കുന്ന സമയമാണ്. ഡൽഹിയിൽ നിന്ന് എപ്പോഴാണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് തീരുമാനം വരുന്നത്. ഞങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എത്രയും വേഗം അനൗൺസ്മെൻറ്റ് വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു മനസ്സിലൊരു ലീഡറുണ്ട്, പുള്ളി വരുമെന്നാണോ? അല്ല, എല്ലാവർക്കും ലീഡർ ഉണ്ടല്ലോ. കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകർക്കും അവരുടേതായ ലീഡർ ഉണ്ട്. എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് അതിനനുസരിച്ചുള്ള തീരുമാനത്തിനനുസരിച്ച് ആ ലീഡർ വരും. കുറച്ച് മണിക്കൂറുകൾ കൂടി ആ അനുകൂല തീരുമാനം വരും. അല്ല, അനുകൂലമാണല്ലോ, തീരുമാനം അനുകൂലമാണല്ലോ. അനുകൂലമായി ജനം വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന് താമസിക്കുന്നത് ഹൈക്കമാൻഡിന് കൃത്യമായ നിരീക്ഷണങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ എടുക്കുന്ന കാലതാമസമാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ തീരുമാനത്തിൽ തന്നെ രാഹുൽജി CBI ഡയറക്ടറിനെ തിരഞ്ഞെടുക്കുന്ന മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ, ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ആവശ്യമായിരുന്നു. അപ്പോൾ ആ ആവശ്യമുള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് അതിൽ നിർബന്ധമായി പോകേണ്ടിയിരുന്നുകൊണ്ട് ഇന്നലെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതും രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണല്ലോ ഇതുപോലെ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിലേ ആണ്. റെഡിയാണ്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി വന്നാൽ, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ കോൺഗ്രസ് പ്രവർത്തകനായി എനിക്കുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വരട്ടെ. ഞങ്ങളത് ആ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഞങ്ങൾ ആഹ്ലാദിക്കും. അതാണ്. അതായത് അവർ ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും റെഡിയാണ്.
കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ് എന്നറിയാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. അത് ഏത് തീരുമാനമാണെങ്കിലും അത് അംഗീകരിക്കുമെന്നാണ് അവർ വ്യക്തമാക്കിയത്. KPCC ആസ്ഥാനം അങ്ങനെ ശൂന്യമാകുകയാണ്. മാധ്യമപ്രവർത്തകർ രാവിലെ മുതൽ തന്നെ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അതായത് ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്ന് കരുതി അവർ അങ്ങനെ തമ്പടിച്ച് നിന്ന മാധ്യമപ്രവർത്തകർ ഇവിടെ എമ്പാടും കാണാം. അവരും ഇങ്ങനെ പിൻവാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നാളെ പ്രഖ്യാപനം ഉണ്ടാകൂ എന്നറിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകർ പിൻവാങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാണെങ്കിലും നാളെ ഉണ്ടാകും എന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എസ്കാൻ, ഈ 3 ക്യാമ്പുകൾ നമ്മൾ ഈ 3 ക്യാമ്പുകളോട് സംസാരിച്ചിരുന്നു. അത് ഈ പിരിമുറുക്കം ഇങ്ങനെ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ ഈ 3 ക്യാമ്പുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവർ 3 ക്യാമ്പുകളും അങ്ങേയറ്റം പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവർ 3 ക്യാമ്പുകളും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്നുണ്ട്. VD സതീശൻ ക്യാമ്പാകട്ടെ, KC വേണുഗോപാൽ ക്യാമ്പാകട്ടെ, രമേശ് ചെന്നിത്തല ക്യാമ്പാകട്ടെ, അവർ ഒരുപോലെ പ്രതീക്ഷ വെക്കുന്നു. ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു തീരുമാനം ഹൈക്കമാൻഡ് ഭാഗത്തു നിന്ന് വരുമെന്ന് അവർ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും സമാനമായി തന്നെ അവരുടെ പ്രധാനപ്പെട്ട അണികളെല്ലാം അവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അണികളുണ്ട്, പ്രവർത്തകരുണ്ട്. സമാനമായി KPCC ആസ്ഥാനത്തേക്ക് 3 നേതാക്കളുടെയും പ്രവർത്തകരും അണികളും എത്തുന്നുണ്ട്. സമാനമായി തന്നെ മറ്റിടങ്ങളിലും അവർ ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആഘോഷിക്കാനും അത് ആഹ്ലാദമാക്കാനും അത് ഏറ്റെടുക്കാനും അവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇന്ന് തീരുമാനമില്ല. അത് KPCC ആസ്ഥാനത്ത് തമ്പടിച്ചു നിന്നവർ അത് ഹൃദയം കൊണ്ട് നെഞ്ചേറ്റിയിട്ടുണ്ട്. അവർ മടങ്ങുകയാണ്. അങ്ങനെ ഒന്നൊന്നായി ഇവിടെ നിന്ന് പോവുകയാണ്. ഇരുട്ട് കഴിയുമ്പോൾ ഇതിപ്പോൾ ഈ രാത്രി കൂടി കഴിയുമ്പോൾ നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ പ്രോസസ്സാണ് കടന്നുപോയത്. നമ്മൾ കണ്ടു, ഈ KPCC ആസ്ഥാനത്ത് തന്നെയായിരുന്നു AICC നിരീക്ഷകർ എത്തി MLA മാരുടെ അഭിപ്രായം കേട്ടതും അത് രേഖപ്പെടുത്തുന്നതും ഈ AICC നിരീക്ഷകർ ഇവിടെ നിന്ന് മടങ്ങുന്നതും ഒപ്പം പ്രധാനപ്പെട്ട നേതാക്കളെ അവർ കണ്ടുവിടെ നിന്ന് മടങ്ങി. ഒപ്പം ഘടകകക്ഷി നേതാക്കളെ അവർ താമസിക്കുന്ന ഇടത്തേക്ക് വിളിച്ചു വരുത്തി ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം കേട്ടു. അതിനുശേഷം AICCക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിനെ തുടർന്ന് KC വേണുഗോപാൽ, ഒപ്പം രമേശ് ചെന്നിത്തല, VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരുടെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നു. അവരുമായി ചർച്ച നടത്തുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം അതിനുള്ള ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇക്കാലം അത്രയും ചർച്ച എന്ന് പറയുന്നത് അല്ലാതെ ഒരു തീരുമാനം എപ്പോൾ എന്ന കാര്യത്തിൽ ചർച്ച തന്നെ ആ വാക്ക് കേൾക്കുന്ന തന്നെ പ്രശ്നം തുടങ്ങി ആൾക്കാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.